ഇറാനെതിരായ വ്യോമാക്രമണങ്ങൾ ശക്തമാക്കുന്നതിനായി ഇറാഖിലെ പടിഞ്ഞാറൻ മരുഭൂമിയിൽ ഇസ്രായേൽ രഹസ്യ സൈനിക താവളം സ്ഥാപിച്ചിരുന്നതായി റിപ്പോർട്ട്. അമേരിക്കയുടെ സഹായത്തോടെ ഇറാഖിന്റെ അനുമതിയില്ലാതെയാണ് ഇസ്രായേൽ ഈ താവളം നിർമ്മിച്ചതെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ സംയുക്ത ആക്രമണങ്ങൾ സംബന്ധിച്ച തന്ത്രങ്ങൾ മെനഞ്ഞത് ഇറാഖിലെ ഈ രഹസ്യ താവളങ്ങളിൽ നിന്നാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇറാനെതിരെ വ്യോമാക്രമണങ്ങൾ നടത്താൻ അനുയോജ്യമായ സ്ഥലമായിട്ടാണ് ഇറാന്റെ അയൽ രാജ്യമായ ഇറാഖിലെ മരുഭൂമി ഇസ്രായേൽ സൈന്യം തിരഞ്ഞെടുത്തത്. ഇസ്രായേൽ സൈനികർക്ക് താവളം ഒരുക്കുന്നതിനൊപ്പം ഇറാനെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങൾ ഏകോപിപ്പിക്കാനാണ് ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നത്. യുദ്ധത്തിനിടെ ഇസ്രായേൽ വിമാനങ്ങൾ തകരുകയാണെങ്കിൽ പൈലറ്റുമാരെ ഉടനടി രക്ഷപ്പെടുത്തുന്നതിനുള്ള സെർച്ച് ആൻഡ് റെസ്ക്യൂ സംഘങ്ങളെയും ഇവിടെ വിന്യസിച്ചിരുന്നു. എന്നാൽ ഇറാഖിന് ഇത് സംബന്ധിച്ച അറിവുണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. മരുഭൂമിയിലെത്തിയ ഒരു ആട്ടിടയൻ മാർച്ച് മാസം നൽകിയ വിവരമാണ് രഹസ്യ താവളം കണ്ടെത്താൻ ഇറാഖ് സേനയെ സഹായിച്ചത്. പ്രദേശത്ത് ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആട്ടിടയൻ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ ഇറാഖ് സൈനികർ താവളത്തിനടുത്തെത്തിയതോടെ ഇസ്രായേൽ സൈന്യം ഇവർക്കെതിരെ വ്യോമാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഒരു ഇറാഖ് സൈനികൻ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാഖിന്റെ അനുമതിയില്ലാതെ നടത്തിയ ഈ നീക്കത്തെ ഇറാഖ് സൈനിക ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ കൈസ് അൽ മുഹമ്മദാവി രൂക്ഷമായി അപലപിച്ചു. സംഭവം പുറത്തു വന്നതോടെ ഇറാഖ് ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ US മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ മറുപടി തികച്ചും അസ്വീകാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാന്റെ പ്രതികരണം വായിച്ചെന്നും അത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. US മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ മറുപടി നൽകിയത്. ഇറാന്റെ പ്രതിനിധികൾ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പ്രതികരണം വായിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, തികച്ചും അസ്വീകാര്യമാണ് എന്നും ട്രംപ് കുറിച്ചു. ഇറാന്റെ മറുപടിയിലെ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയില്ല. ഇറാന്റെ പ്രതികരണം ലഭിച്ചതിന് പിന്നാലെ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ ചർച്ച നടത്തി. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എടുത്തുമാറ്റാതെ യുദ്ധം അവസാനിക്കില്ലെന്ന് ഇതിനു മുമ്പായി നെതന്യാഹു പറഞ്ഞിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഇനിയും തകർക്കാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ അഭിപ്രായം തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമുള്ളതെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. എന്നാൽ യുറേനിയം നീക്കം ചെയ്യുന്നതടക്കമുള്ള US നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിയതായാണ് വിവരം. നാവിക ഉപരോധം നീക്കണമെന്നും മരവിപ്പിച്ച ആസ്തികൾ 30 ദിവസത്തിനുള്ളിൽ വിട്ടു നൽകണമെന്നും ഇറാന്റെ മറുപടിയിലുണ്ടെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ മറുപടി തികച്ചും അസ്വീകാര്യമാണെന്ന് ട്രംപ് വ്യക്തമാക്കിയ സ്ഥിതിക്ക് വെടിനിർത്തൽ അവസാനിപ്പിക്കുമോ എന്നത് സംബന്ധിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട്. ഈ മാസം 14-15 തീയതികളിലാണ് ട്രംപിന്റെ ചൈന സന്ദർശനം. വ്യാപാര തീരുവകൾ, തായ്വാൻ വിഷയം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയെ ചൊല്ലി ചൈന അമേരിക്ക ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് സന്ദർശനം. എന്നാൽ ഇറാൻ വിഷയമായിരിക്കും ചർച്ചകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് മുതിർന്ന US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മെയ് 14-ന് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഉഭയകക്ഷി ചർച്ചകളും വിരുന്നും നടക്കും. ഇറാനുമേൽ ചൈനയ്ക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് സംഘർഷം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാവുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇതിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ലക്ഷ്യം. രണ്ടാം വട്ട അധികാരത്തിലെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ ചൈനീസ് സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.